ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുതൽക്കൂട്ട് ചന്ദ്രയാൻ 3 ജൂലൈ 14 വിക്ഷേപിക്കപ്പെട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ട്രാൻസ്ലുണാർ ഇഞ്ചക്ഷൻ വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്കുള്ള പ്രയാണം ആരംഭിച്ചതായി ISRO അറിയിച്ചു കഴിഞ്ഞു. പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ ലാം എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാണ് പേടകത്തെ ചന്ദ്രനിലേക്ക് തിരിച്ചുവിട്ടത്. ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് ചന്ദ്രയാനെ എത്തിക്കുന്ന നിർണായക പ്രക്രിയയാണ് ട്രാൻസ്ലുണാർ ഇഞ്ചക്ഷൻ. ഭൂഗുരുത്വ വലയം ഭേദിച്ച് ചന്ദ്രന്റെ അടുത്തേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുന്ന പ്രക്രിയയാണിത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള പ്രവേശനമാണ് അടുത്ത നിർണായക ഘട്ടം. ഭൂമിയുടെയും ചന്ദ്രന്റെയും സ്വാധീനമില്ലാത്ത പാതയിലൂടെയാകും ഇനിയുള്ള ദിവസം പേടകത്തിന്റെ സഞ്ചാരം. ലുണാർ ട്രാൻസ്ഫർ ട്രജക്ടറി എന്ന പദത്തിലാണ് ദൗത്യം സഞ്ചരിക്കുക. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇവ പ്രവേശിക്കുക. 5 ഭ്രമണപഥങ്ങളിലൂടെ താഴേക്കിറങ്ങിയ ശേഷം ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങും. ഈ ഘട്ടമാണ് ദൗത്യത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രക്രിയ. മുൻ ചന്ദ്രയാൻ ദൗത്യങ്ങളെല്ലാം ഇവ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ISRO. ഇത്തവണ അത് ISROയെ സഹായിക്കും. 4 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നതിനായി സഞ്ചരിക്കേണ്ടത്. ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.